പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സന്തോഷ വാർത്ത പറയട്ടെ. കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് എന്നെ വിളിച്ചു. തള്ളാണെന്നൊന്നും വിചാരിക്കേണ്ട, സത്യമായിട്ടോ. വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, കുഞ്ഞുമോൻ്റെ സങ്കടം എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ സങ്കടമേ ഉള്ളൂ, പരിശുദ്ധ കുർബാന കിട്ടുന്നില്ല. കുഞ്ഞുമോൻ എത്ര കുർബാന വേണം? ഞാൻ പറഞ്ഞു, എനിക്കൊരു കുർബാന മതി. കാരണം എല്ലാ മനുഷ്യർക്കും ഒരു കുർബാനയുണ്ട്. അത് ശരി. അപ്പോൾ ഒരു കുർബാന കിട്ടിയാൽ പ്രശ്നം തീരും. ഞാൻ പറഞ്ഞു, കണിശമായിട്ട് തീരും. അങ്ങനെയാണെങ്കിൽ ജൂലൈ 3 മുതൽ എല്ലാ ദിവസവും ഒരു കുർബാന ചൊല്ലിത്തരാം. അപ്പോൾ ഞാൻ ചോദിച്ചു, തന്നെ ഒരു കുർബാന? അപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരുപാട് അച്ഛന്മാർക്കും കുർബാന എന്നാന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവരെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി വേറെ പല സ്ഥലങ്ങളിൽ നിന്നും പുരോഹിതർ വന്നു, അവർ ബലി അർപ്പിക്കും. ഇപ്പോൾ ഇവർ നോക്കി നിൽക്കും. അവർ നേരെ വന്ന് നോക്കുകയല്ല, എവിടെയെങ്കിലുമൊക്കെ പാത്തിരുന്നെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പഠിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നേരെയാവും. ഒത്തിരി താമസമില്ല കേട്ടോ. സന്തോഷം, ഒത്തിരി സന്തോഷം കേട്ടോ. എനിക്ക് കുഞ്ഞുമോനെ അറിയാം. നമ്മൾ തങ്ങൾ നേരിട്ട് പരിചയമില്ലെങ്കിലും കുഞ്ഞുമോനെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഒരുപാട് സന്തോഷം പിതാവേ. അങ്ങനെയാണ് ഈ ഒരു കുർബാന അനുവദിച്ചൊക്കെപ്പെട്ടത്. അല്ലാതെ നിങ്ങൾ പറയുന്ന എനിക്ക് സമവായമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു കുർബാന നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ അച്ഛന്മാർക്ക് അവർ ഇച്ചിരി സമയമൊന്നും നമ്മുടെ സാധാരണ കുർബാനയുടെ സമയം ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ആയിക്കോട്ടെ, പരിശുദ്ധ കുർബാനയായിരിക്കണം, സഭയുടെ കുർബാനയായിരിക്കണം, ഉറപ്പായിട്ടും. അത് ഗ്യാരണ്ടി ചെയ്തു. അങ്ങനെയാണ് ഈ പുതിയ കുർബാന വന്നേക്കുന്നിരിക്കുന്നത്. സന്തോഷം. കാരണം എന്താണെന്നറിയാമോ? ഒന്നുമില്ല, നമ്മളോട് ചോദിക്കാനും ദൈവജനത്തോട് ചോദിക്കാനും അവരുടെ സങ്കടം കേൾക്കാനും ഒക്കെ ഒരു പിതാവ് ഒരുങ്ങിയില്ലേ. പിന്നെ പിതാക്കന്മാരെ, ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കസേര എണ്ണീറ്റ് പോവല്ലേ. നിങ്ങളുടെ കസേര എണ്ണീറ്റ് പോവല്ലേ. ആ കസേരയിൽ പിശാച് കയറിയിരിക്കും. സത്യം, പല സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അർഹതപ്പെട്ടവർ അവരവരുടെ സീറ്റ് സ്വന്തമാക്കിയില്ലെങ്കിൽ നരകത്തിൽ പോലും വേറൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താ സംഭവം എന്നറിയാമോ? ലൂസിഫർ കസേര നേടിയിട്ട് പോകില്ല. ലൂസിഫർ കസേര നേടിയിട്ട് പോവുകയല്ല. ഒരു ദിവസം പുള്ളിയോട് ചോദിച്ചു, തന്നെ ഈ കസേര എണ്ണിക്കാതിരിക്കുന്നത്? അതേ, ഇവിടെ വന്നിരിക്കുന്ന കുറേ ടീമിന് ഈ കസേര ലക്ഷ്യമുണ്ട്. ഞാൻ എണ്ണീറ്റിച്ച് പോയിച്ച് വന്നു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും. ഇപ്പം ഞാനാ ഇവിടുത്തെ നേതാവ്, ലീഡർ ഞാനാണ്. ഞാൻ പറയുന്നതൊക്കെ ഇപ്പോൾ അവന്മാർ കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഈ കസേര ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനൊരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ പറ്റല്ലേ. കുറച്ചുകൂടെ ബോധത്തോടെ വിവേകത്തോടെ ജീവിക്കണം. പ്രത്യേകിച്ച് നേതൃസ്ഥാനങ്ങളിലിരിക്കുന്നവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്ന ഒത്തിരി നല്ലതാണ്. തൻ്റെ കീഴിലുള്ളവരെ അടിമയായിട്ടൊന്നും കാണരുത്, പക്ഷേ അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം. കാണുകയും സംസാരിക്കുകയും സുഖമാണോ എന്ന് ചോദിക്കുകയും നിൻ്റെ കൂദാശ ജീവിതം എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് ചോദിക്കുക. അങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പം വരാതെ മുന്നോട്ട് പോകാൻ പറ്റും. മറ്റുള്ള എല്ലാ രൂപതകളിലും ഇങ്ങനെയൊക്കെ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ചില തിന്മയുടെ ശക്തി അവിടെയുണ്ട്. ഇവിടുത്തെ പിതാക്കന്മാർ ശ്രദ്ധയോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പിതാവിനോട് പറഞ്ഞു, പിതാവ് എന്ന ഒരു കാര്യം ചെയ്യാവും. അവനോട് ഞാൻ പറഞ്ഞു, എന്നാൽ പിതാവ് വന്ന് എൻ്റെ പള്ളിയിൽ ഒരു കുർബാനയിലേക്ക് പോകാവും. ഒരു കുർബാന. അത് പറഞ്ഞു, അയ്യോ എനിക്കിവിടെ ചെല്ലാനൊക്കത്തില്ല, എനിക്ക് ഞാൻ എൻ്റെ രൂപതയിലേ ചെല്ലത്തുള്ളൂ. ഓ, എന്തെങ്കിലും ആയിക്കോട്ടെ, പിതാവ് ചെല്ലിയില്ലെങ്കിലും ആരെങ്കിലും വന്ന് ചെല്ലുമല്ലോ. അങ്ങനെ പിതാവിനും ഭയങ്കര സന്തോഷമായി, എനിക്കാണേലും വലിയ സന്തോഷമായി കേട്ടോ. പലരും പറയുന്നത് അങ്ങ് തോറ്റുപോയി സഭയുടെ കൂടെ നിന്നവർ തോറ്റുപോയി. അപ്പം കുരിശെ തോറ്റ് കിടന്നൊരു പാർട്ടിയാണല്ലോ നമ്മൾ ഇതുവരെ വിശ്വസിക്കുകയും അവനായിട്ട് അർപ്പിച്ച ബലിയാണല്ലോ നമ്മളും അർപ്പിക്കുന്നത്. അപ്പം നമ്മൾ തോറ്റെന്ന് തോന്നൽ, ഇത് പലതും തോന്നലാണല്ലോ. എല്ലാ തോന്നലുകളും കുറേ കഴിയുമ്പോൾ മാറും, സത്യം വെളിപ്പെടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും 3 മണിയെങ്കിൽ 3 മണി, 10 മണിയെങ്കിൽ 10 മണി. കാരണം പരിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ ഊർജ്ജമാണ്, സഭയുടെ ആരാധനകളുടെ ആരാധനയെന്ന് പഠിപ്പിക്കുന്നതാണ്. സഭയിൽ ചേർന്ന് നിൽക്കാൻ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പങ്കുപറ്റാൻ ഉള്ളൊരു ഭാഗ്യമാണ്. പിൻവലിച്ച 100 രൂപ നോട്ട് 500ൻ്റെ നോട്ടൊക്കെ ഒരു സമയത്ത് പിൻവലിച്ചിരുന്നു. ആ പിൻവലിച്ച് കഴിഞ്ഞിട്ടും കുറേ നാളുകൂടെ അനുവദിക്കപ്പെട്ടു. അതെല്ലാം ഒന്ന് തിരികെ വരാനും മനുഷ്യർക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചു കൊടുത്ത് നല്ലത് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ കണക്കൂട്ടിയാൽ മതി.
സന്തോഷത്തോടെ ബലിയിൽ പങ്കെടുത്ത് ജീവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ആമേൻ. ഈ നിങ്ങളെ വിമർശനങ്ങൾ എഴുതിക്കും, എനിക്കിഷ്ടമാണത് കേട്ടോ. ചീത്ത പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ എന്നാലും ചീത്ത പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെളിപ്പെടും. അങ്ങനെ ആകാതിരിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.